My dear students, we're gonna discuss the remaining portion of first chapter of transportation engineering, which JCAR committee recommendations. During the First World War period, found a rapid growth in motor transport. So, need of better roads became a necessity. So, Government of India appointed a committee called Road Development Committee with Mr. M.R. Jekar as the chairman, and this committee well known as Jekar Committee. And this is Mr. M.R. Jekar. He was a politician. He was a well-known advocate of that time. The major recommendations of Jekar Committee were the road development in the country should be considered as a national interest, which means റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി കൺസിഡർ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ, an extra tax levied on petrol to develop a road development fund called Central Road Fund. അതുപോലെ പെട്രോളിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടാക്സ് ഏർപ്പെടുത്തി ഒരു ഫണ്ട് രൂപീകരിക്കാൻ, സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറഞ്ഞു. And the third one is a semi-official technical body should be formed to act as an advisory body. And the third recommendation was ഒരു ഒഫീഷ്യൽ ടെക്നിക്കൽ ബോഡീനെ ഒരു അഡ്വൈസറി ബോഡിയാക്കി ഫോം ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തു. എ റിസർച്ച് ഓർഗനൈസേഷൻ ഷുഡ് ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് റിസർച്ച്. അല്ലേ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാറ്റ്പാക്ക് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് നാറ്റ്പാക്ക്, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്ലാനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ. അല്ലേ, അതാണ് കേരളത്തിലെ ഈ ജംഗ്ഷൻസും ഇവിടെയൊക്കെ സിഗ്നൽസ് വെക്കണം, ഒരു ജംഗ്ഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതൊക്കെ അവരാണ് റിസർച്ച് നടത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യും അവർ. അതുപോലെ റിസർച്ച് ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അല്ലേ, റോഡിൻ്റെ ഡിസൈനിലും പിന്നെ വണ്ടി എവിടെ പാർക്ക് ചെയ്യണം, അതിൻ്റെ വിഡ്ത്ത്, ജംഗ്ഷൻസ്, ട്രാഫിക് സിഗ്നൽസ്, എക്സെട്ര എക്സെട്ര. Road plans in India. First 20-year road plan, also known as Nagpur Road Plan, in the tenure 1943 to 1963, with the initiative of IRC, a Conference of Chief Engineers. IRC ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ്. ഇറ്റ് വാസ് ദി വൺ ഓഫ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് JCAR committee. It could plan the road development in India 20 years. 20 years ഇന്ത്യയിലെ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തു. അറ്റ് ദി എൻഡ് ഓഫ് 20-year പ്ലാൻ ടാർജറ്റ് ലെങ്ത്ത്, അല്ലേ, റോഡിൽ ടാർജറ്റ് ലെങ്ത്ത് 16 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏരിയ. ഒരു 100 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏരിയയിൽ റോഡ്സ് 16 കിലോമീറ്റർ വേണമെന്നുള്ള ഒരു ടാർജറ്റാക്കി ആ 20 ഇയറിൽ നടപ്പാക്കാൻ പ്ലാൻ ചെയ്തു. റോഡ്സ് വെർ ക്ലാസിഫൈഡ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ബേസിസ്. റോഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. അത് ഈ 20-year പ്ലാൻ്റെ ഉള്ളിൽ വന്ന ഒരു തീരുമാനമാണ്. മീൻസ് നമ്മളെ നാഷണൽ ഹൈവേസ്, അല്ലേ, NH, സ്റ്റേറ്റ് ഹൈവേസ്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അനദർ വൺ ഈസ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, അനദർ വൺ ഈസ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ്, ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് വില്ലേജ് റോഡ്സ്.
that we will discuss later. Means അപ്പോൾ ഫസ്റ്റ് 20-year പ്ലാനിൽ ഇത് റോഡ്സ് വെയർ ക്ലാസിഫൈഡ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. ദ സെക്കൻഡ് 20-year പ്ലാൻ വാസ് in the year 1961 to 1981. The plan also known as Bombay Road Plan. This development of first plan was reviewed. അപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് പ്ലാനിൻ്റെ അതിൻ്റെ റിസൾട്ട്സ് ഔട്ട്കംസ് ഒക്കെ റിവ്യൂ ചെയ്തു. ദ ടാർഗറ്റ് ലെങ്ത് എയിംഡ് വാസ് 32 കിലോമീറ്റേഴ്സ് per 100 square kilometer അല്ലേ. നേരെ ഡബിൾ ആയിരുന്നു. ഫസ്റ്റ് 20-year പ്ലാനിൽ 16 കിലോമീറ്റർ ആയിരുന്നു. സെക്കൻഡ് 20-year പ്ലാൻ 32 കിലോമീറ്റർ per 100 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ ആണെന്ന് ടാർഗറ്റ് ചെയ്തു. ഇതിനകത്ത് തന്നെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് was started at New Delhi in the year 1950. And the third 20-year road plan in the year 1981 to 2001, also known as Lucknow Plan. It was finalized and plan document was published by the year 1984. ഈ പ്ലാനിലെ മേജർ റെക്കമെൻഡേഷൻ ഒബ്ജക്റ്റീവ്സ് വെയർ ദ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് സിസ്റ്റം അല്ലേ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് ക്ലാസിഫൈ ചെയ്തു. റോഡ് നെറ്റ്വർക്ക് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ റൂറൽ ഓറിയൻറ്റഡ് എക്കണോമി അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. റോഡ് നെറ്റ്വർക്ക് ഗാന്ധിജി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് പറഞ്ഞത്. അപ്പോൾ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ റൂറൽ ഓറിയൻറ്റഡ് എക്കണോമി, അതായത് ഗ്രാമത്തിലുള്ള എക്കണോമീനെ ഓറിയൻറ്റ് ചെയ്ത് റോഡ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. റോഡ് ഡെൻസിറ്റി ഇൻ ദ കൺട്രി ഇൻക്രീസ് ടു 82 കിലോമീറ്റർ per 100 സ്ക്വയർ കിലോമീറ്റർ. ഫസ്റ്റിൽ അത് 16 ആയിരുന്നു, സെക്കൻഡിൽ 36 ആയി, തേർഡിൽ അത് 82 കിലോമീറ്റേഴ്സായി. ലെങ്ത് ഓഫ് NH നാഷണൽ ഹൈവേസ് ആൻഡ് സ്റ്റേറ്റ് ഹൈവേ ബേസ്ഡ് ഓൺ ബോത്ത് ഏരിയ ആൻഡ് നമ്പർ ഓഫ് ടൗൺസ് അല്ലേ. സ്റ്റേറ്റ് ഹൈവേനും നാഷണൽ ഹൈവേനും ലെങ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത് ഏരിയയും പ്ലസ് നമ്പർ ഓഫ് ടൗൺസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. രണ്ടിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത്, റോഡിൻ്റെ നാഷണൽ ഹൈവേൻ്റെ സ്റ്റേറ്റ് ഹൈവേൻ്റെ ലെങ്ത്ത് ഡിസൈഡ് ചെയ്യണേ. പിന്നെ എക്സ്പ്രസ് വേസ് കൺസ്ട്രക്റ്റഡ് അലോങ് വിത്ത് മേജർ ട്രാഫിക് കോറിഡോർസ്. വലിയ ട്രാഫിക് ഉള്ളതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എക്സ്പ്രസ് വേസ്. ഒരു എക്സാമ്പിളാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ. All the towns and villages with population 1500 connected with major district roads and 1000 to 1500 by other district road അല്ലേ. പോപ്പുലേഷൻ 1500 എത്തിക്കഴിഞ്ഞാൽ അവിടെ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ് MDR വെച്ചിട്ടുള്ള കണക്ഷൻ വേണം. അത് 1000 to 1500 ആണെങ്കിൽ അതർ ഡിസ്ട്രിക്റ്റ് റോഡ്സ് ODR വെച്ചിട്ടുള്ള. ദിസ് MDR ODR we will discuss later detail. റോഡ്സ് ഡെവലപ്ഡ് ഇൻ ലെസ് ഇൻഡസ്ട്രിയൽ ഏരിയ ടു അട്രാക്ട് മോർ ഇൻഡസ്ട്രീസ് അല്ലേ. നമ്മുടെ ഏരിയയിൽ റോഡ്സ് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ റോഡ്സ് കൊടുക്കുക. മീൻസ് അവിടെയുള്ള കുറേ ഇൻഡസ്ട്രികൾ വരാനും വേണ്ടി, അല്ലെങ്കിൽ അട്രാക്ട് മോർ ഇൻഡസ്ട്രീസ്, കുറേ വ്യവസായങ്ങൾ ഉണ്ടാകാനും വേണ്ടി കൂടുതൽ റോഡ്സ് കൊടുക്കുക. ലോങ് ടൈം മാസ്റ്റർ പ്ലാൻസ് ഫോർ റോഡ് ഡെവലപ്മെൻറ്റ്. ദർ നീഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ റോഡ് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി.
അപ്പോൾ ഈ പ്ലാനിൽ ഇതിൽ തന്നെ വേറെ നല്ലൊരു ഒബ്ജക്റ്റീവായിരുന്നു, എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് നമുക്ക് റോഡിൻ്റെ വികസനം ഉണ്ടാകുമ്പോൾ വേണ്ടത്. അതുപോലെ സേഫ്റ്റി, സിഗ്നൽസും ഇങ്ങനെ ലൈൻസും അതുപോലെ ബാരിയേഴ്സും അങ്ങനത്തെ ഉള്ള സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നമുക്ക് അതിൻ്റെ മുമ്പത്തെ പോയിൻ്റ് ലോങ് ടൈം മാസ്റ്റർ പ്ലാൻ വേണം, ഒരു പ്ലാന് വേണം. ഓക്കെ, ലോങ് ടൈം, ഷോർട്ട് ടേം അല്ല, വളരെ വിദൂര ഭാവി കണ്ടിട്ടുള്ളൊരു പ്ലാന് വേണം, ഒരു സ്ട്രാറ്റജി വേണം. ഓക്കെ, those are the major recommendations of third 20 major objectives of third 20-year road plan or Lucknow plan. ഇനിയിപ്പോൾ 2001 to 2021 നടക്കുന്ന salient features of current road plan. About 65% of freight and 80% of പാസഞ്ചർ ട്രാഫിക് ഈസ് ക്യാരിഡ് ബൈ ദി റോഡ്സ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഫ്രൈറ്റ് കാരണം ഗൂഡ്സ്. അപ്പം മേജർ പോർഷൻ ഓഫ് ദി പാസഞ്ചറും ഗൂഡ്സ്, അതായത് ചരക്കും പാസഞ്ചറും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളെ റോഡ്സിനെ തന്നെയാണ്, അതർ ദാൻ റെയിൽവേസ്, റോഡ് വേസ് ഓർ എയർവേസ്. NH ഓൺലി 1.7% ഓഫ് ടോട്ടൽ റോഡ് നെറ്റ്വർക്ക് ബട്ട് ക്യാരി അബൌട്ട് 40% ഓഫ് റോഡ് ട്രാഫിക്. അല്ലേ, NH ടോട്ടൽ നാഷണൽ ഹൈവേസ് ടോട്ടൽ റോഡ്സിൻ്റെ 1.7 ഉള്ളൂ, പക്ഷേ 40% ഓഫ് റോഡ് ട്രാഫിക്കിനെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഹൈവേസ് ആണ്. നാഷണൽ ഹൈവേസ് വിഡ്ത്ത് കൂടുതലാണ് കമ്പയറിംഗ് ടു സ്റ്റേറ്റ് ഹൈവേ ഓർ മേജർ ഡിസ്ട്രിക്ട് റോഡ്, ബട്ട് 40%ഉം 1.7% ഉള്ള ഈ നാഷണൽ ഹൈവേസ് ആണ് ക്യാരി ചെയ്യുന്നത്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഗ്രോയിങ് അറ്റ് ആൻ ആവറേജ് ഓഫ് 10.16% പെർ ആനം. ഒരു വർഷത്തിൽ 10.16% ഒരു ആവറേജ് വെച്ചിട്ട് നമ്പർ ഓഫ് വെഹിക്കിൾസ് നമ്മുടെ നിരത്തുകളിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിലെ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ അല്ലേ, നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം റോഡിലിപ്പോൾ വെഹിക്കിൾസ്. ഇന്ത്യ ആസ് എ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദി വേൾഡ്. അല്ലേ, ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ളത്. ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ളൂ, ജനസംഖ്യയുള്ളൂ. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്കും ഇന്ത്യയിൽ തന്നെയാണ്. ദ റോഡ്സ് ആർ പ്രൈമറിലി മെയ്ഡ് ഓഫ് ബിറ്റുമിൻ. ബിറ്റുമിൻ എന്ന് പറഞ്ഞ ഒരു ടാറ് അങ്ങനെയൊക്കെ നമ്മുടെ റോഡ് കാണുന്നത് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. സംടൈംസ് കോൺക്രീറ്റ് റോഡ്സും നമുക്ക് കാണാൻ പറ്റും. ദ കോൺസെപ്റ്റ് ഓഫ് എക്സ്പ്രസ് വേസ് ക്യാച്ചിങ് അപ്പ് ഇൻ ഇന്ത്യ. അല്ലേ, എക്സ്പ്രസ് വേസും വരുന്നുണ്ട് അല്ലേ. കുറച്ച് കാലം മുമ്പ് കേരളത്തിലൊന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു, പക്ഷേ എങ്കിൽ അത് പോസിബിൾ ആയില്ല. എക്സ്പ്രസ് വേസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് എക്സ്പ്രസ് വേ മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. അല്ലേ, അതിനകത്ത് ടോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. That's all remaining portion, so we will discuss later. Thank you.